നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. CPM-നെ പലപ്പോഴും ചൊടിപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും അവസാനത്തേത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന തിരഞ്ഞെടുപ്പ് തോൽവിയാണ്. ലോക്സഭയിൽ CPM-നെ തോൽപ്പിച്ചത് BJP ആണ് എന്ന് പരക്കെ ഒരു ആക്ഷേപവുമുണ്ട്. ആറ്റിങ്ങലിലെ വോട്ട് ചർച്ച അല്ലെങ്കിൽ അതിലേക്കാണ് എത്തുന്നത്. ആറ്റിങ്ങലിൽ എന്താണ് സംഭവിച്ചത്? ആറ്റിങ്ങലിലെ വോട്ട് ചോർച്ച എന്ന് പറയപ്പെടുന്നത് ഭയാനകമാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലും ആലപ്പുഴയിലുമൊക്കെ ഒരു ഉള്ളൊഴുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി വരാൻ പോകുന്നത് നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന ചില തിരഞ്ഞെടുപ്പ് പ്രക്രിയകളാണ്. മൂന്നാമത് വീണ്ടും ഒരു ഹാട്രിക്കിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരും എന്ന് വേണമെങ്കിൽ പറയാം. നിയമസഭയിൽ എല്ലാം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഒരു ഹാട്രിക്കിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുവെന്ന്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇനി CPM ചെയ്യാൻ പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങുന്നു. ഇനി കൂടുതൽ ഇടപെടലുകൾ നടത്താൻ പോകുന്നു. വിശ്വാസികളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ പോകുന്നു. വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായിട്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP നടത്തിയ നീക്കം വളരെ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ള ഒരു സ്വയം വിമർശനം CPM നടത്തുമ്പോഴും ഇനി എന്തുകൊണ്ട് നമുക്കും ഈ പറയുന്ന വിശ്വാസ സമൂഹത്തെ വിശ്വസിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട് CPM കേന്ദ്രങ്ങളിൽ. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയല്ലേ വിശ്വാസികൾ എന്നുള്ളത്. ഇവിടെ CPM സ്വീകരിക്കുന്നത് സ്വയം വിമർശനത്തിലേക്കാണ്. സ്വയം വിമർശനത്തിലാണ് CPM എന്തുകൊണ്ട് ലോക്സഭയിൽ തിരിച്ചടിയുണ്ടായി എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത്. അവിടെയാണ് വിശ്വാസികളെ കൂടെ കൂട്ടേണ്ടതിൻ്റെ പ്രസക്തി CPM തിരിച്ചറിയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് ഒഴുകിയ CPM-ൻ്റെ വോട്ട് അത് തിരിച്ചു പിടിച്ചാൽ നിയമസഭയിൽ ഹാട്രിക് ഉറപ്പെന്ന നിലപാടിൽ തന്നെയാണ് CPM. അപ്പോൾ വിശ്വാസികളെ കൂടെ പിടിക്കുക, അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളം ചുവക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് CPM അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ BJP-ക്ക് മാറ്റുകയാണ് എന്ന് CPM സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. BJP-യിലേക്ക് മാറിപ്പോയ വോട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ ആറ്റിങ്ങലിലെ LDF-ൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് നോക്കിയാൽ അവിടെ വോട്ടുകൾ BJP-ക്ക് പോയതാണ് കാരണമെന്ന് തന്നെയാണ് ഇപ്പോഴും CPM-ൻ്റെ നിഗമനം. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. കാരണം ആറ്റിങ്ങലിൽ UDF വിജയിച്ചത് LDF വോട്ട് BJP-ക്ക് ചോർന്നതുകൊണ്ടാണ് എന്ന് തന്നെയാണ് നിഗമനം. ആറ്റിങ്ങലിൽ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ അവിടെ അദ്ദേഹം ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോട്ട് നേടി. 3 ലക്ഷത്തിലധികം വോട്ടാണ് മുരളീധരൻ ആറ്റിങ്ങൽ നേടിയെടുത്തത് എന്നുള്ളതാണ്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ചുള്ള 16 ലോക്സഭാ മണ്ഡലങ്ങളിലും അവിടെയല്ല ഈ 16 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളും BJP-യുടെ വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് വർദ്ധിച്ചു എന്നുള്ളതാണ്. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നേക്കാൾ കൂടുതൽ വോട്ട് BJP-ക്ക് കിട്ടിയെന്നുള്ളതാണ്. LDF-ന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കിയാൽ ആ എണ്ണവും 18 എന്നുള്ളതാണ്. ഇതും CPM വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് LDF-ന് നേടിയെടുക്കാൻ കഴിഞ്ഞ ലീഡ് ആകെ 18 നിയമസഭാ മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ഇന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് 100 സീറ്റുകൾ കയ്യിലുള്ളപ്പോഴും ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഈ സമയത്ത് സമാഗതമാവുകയാണെങ്കിൽ 18 സീറ്റിൽ ഒതുങ്ങിപ്പോകുമെന്നതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വ്യക്തമാക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ CPM വളരെ ഗൗരവത്തോടുകൂടി കാണുകയാണ്. 2019 സമാനമായിട്ടുള്ള കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഇവിടെ നിലംപരിശായി പോയതാരാണ്? CPM-ഉം ഒപ്പം തന്നെ LDF-ഉമാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കുവാൻ BJP-ക്ക് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് BJP കണക്കാക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാൽ 140 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങളിലും UDF-ൻ്റെ തേരോട്ടമായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ ഈ ബാക്കിയുള്ള സീറ്റുകളിൽ ഒരു സീറ്റ് പോലും ഒഴിച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള സീറ്റുകളെല്ലാം UDF-ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. BJP 11 നിയമസഭാ മണ്ഡലങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ് കണക്കുകൾ പ്രകാരം പറയുന്നത്. അതാണ് ആ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് BJP മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകൾ എന്ന് പറയുന്നത്. BJP 1-ാം സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളെല്ലാം തന്നെ CPM-ൻ്റെതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF-ന് സമാനമായിട്ടുള്ള അവസ്ഥ അത് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പോലെ ഒരു സീറ്റ് മാത്രമാണ് CPM-ന് ലഭിച്ചത് എന്നുള്ളതാണ്. എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങളാകെ പാടെ മാറിമറിഞ്ഞു. LDF ശക്തമായ തിരിച്ചുവരവ് നടത്തി. കാരണം 2019 19 സീറ്റുകൾ നേടി UDF നേടിയപ്പോൾ ഒരു സീറ്റ് മാത്രമാണ് അന്ന്
LDF നേടാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 അതേ രീതി തന്നെയാണ് പിന്തുടർന്നത്. LDF ഒരു സീറ്റും BJP ഒരു സീറ്റും 18 സീറ്റുകൾ UDF ലഭിച്ചു. പക്ഷേ BJP ഇവിടെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതെന്നാണ്. BJP അപ്പോൾ സ്വന്തമാക്കിയ മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട, തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തൃശ്ശൂർ മണ്ഡലത്തിലെ മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, പിന്നെ പുതുക്കാട്, ഇരിങ്ങാലക്കുടയും. ഇങ്ങനെ ഇത്രയും മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള തേരോട്ടം നടത്താൻ BJPക്ക് കഴിഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിൽ LDFും UDF 41 സീറ്റുമായിട്ടാണ് വിജയം നേടിയിരുന്നത്. NDAക്ക് ഒരു സീറ്റിലും ജയിക്കാനായിരുന്നില്ല എന്നുള്ളതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷമായിരുന്നു 2021 LDFിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും LDF വലിയ തിരിച്ചുവരവ് നടത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ 123 സീറ്റുകളിൽ UDF ആയിരുന്നു ലീഡ് നേടിയത്. പക്ഷേ എന്തുകൊണ്ടപ്പോൾ 2019 നിന്ന് 2021 എത്തുമ്പോൾ UDFന് നിയമസഭയിൽ സീറ്റ് നേടാനായില്ല എന്നുള്ളതാണ്. 16 സീറ്റുകളിൽ അന്ന് LDF ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നേമത്ത് NDAക്കായിരുന്നു ഭൂരിപക്ഷം. 11 നിയമസഭാ സീറ്റുകൾ BJP ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അപ്പോൾ അതിന് പുറമെയാണ് തിരുവനന്തപുരത്തും കോവളത്തും നെയ്യാറ്റിൻകരയിലും ഹരിപ്പാടും കായംകുളത്തും പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് BJPക്ക് എത്താനായത് എന്നുള്ളതാണ്. അപ്പോൾ BJP ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങളും LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ളതാണ്. ഇതിൽ മന്ത്രിമാരായിട്ടുള്ള O രാജൻ്റെ ഒല്ലൂരുണ്ടാകും, B ശിവൻകുട്ടിയുടെ നിയമമുണ്ടാകും, R ബിന്ദുവിൻ്റെ ഇരിഞ്ഞാലക്കുട ഉണ്ടാകും. ഇവയൊക്കെ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിനെ ഞെട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത് വലിയൊരു തിരുത്തലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ആ തിരുത്തൽ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാതെ ആകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്പലങ്ങളിലേക്കുള്ള ഇടപെടലുകൾ നടത്താൻ പോകുന്നു. ക്ഷേത്രാചാരങ്ങളുമായും ക്ഷേത്ര ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള നിലപാടിലേക്ക് CPM എത്തുന്നു. CPM ആകെ പൊളിച്ചെഴുത്തിന് തയ്യാറാവുകയാണ്. ആ പൊളിച്ചെഴുത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശ്രമം നടത്തുന്നത്. അതിലൂടെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒരു ഹാട്രിക് വിജയം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയിലാണ് CPM.